വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനം. നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ യൗസേപ്പിതാവിനോട് പറഞ്ഞ ഈ വാക്കുകളിൽ നിന്ന് തന്നെ യേശുവിൻ്റെ ദൗത്യം വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. ദൈവം രക്ഷിക്കുന്നു എന്നാണ് യേശു എന്ന പേരിൻ്റെ അർത്ഥം. അതെ, ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെയും നിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാനായിട്ടാണ്. ഈ വചനം നമ്മോട് ചോദിക്കുന്ന ഒറ്റൊരു ചോദ്യമേ ഉള്ളൂ: ഞാൻ ഈശോയെ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടുണ്ടോ? ഞാൻ സ്വീകരിച്ച ഈശോയെ ഞാൻ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നുണ്ടോ? നമുക്ക് ആത്മാർത്ഥമായൊരു ആത്മശോധന ചെയ്യാം. കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ സ്നേഹത്തോടെ നമുക്ക് പരിശ്രമിക്കാം. ഞാൻ അറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് കൂടി പരിചയപ്പെടുത്താം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ എൻ്റെ യേശുവേ, എൻ്റെ പാപങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് എന്നെ അങ്ങയുടെ വഴിയിലൂടെ നടത്തണമേ. എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിനൊത്തതാക്കി അരുളണമേ. അങ്ങയുടെ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയ ധ്യാന ചിന്തകളുമായിട്ട് നമുക്ക് നാളെ കേൾക്കാം. അതുവരേക്കും ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടം തരാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.